കൂട്ടുകാരെ, നിങ്ങൾക്കൊരു പെൺകുട്ടിയെ പരിചയമുണ്ടെങ്കിൽ അത് മകളാവട്ടെ, സഹോദരിയാവട്ടെ, കൂട്ടുകാരിയാവട്ടെ, കസിനാവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഒരു പെൺകുട്ടിയെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കഥ മുഴുവനായി കേൾക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ ഈ 2025 മാർച്ചിൽ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ മാടവരം എന്ന ഒരു വിജനമായ പ്രദേശത്തു കൂടി ഒരു ഓട്ടോ ഡ്രൈവർ തൻ്റെ ഓട്ടോയുമായി പോവുകയായിരുന്നു. പെട്ടെന്നാണ് സമീപ പ്രദേശത്ത് ഒരു പെൺകുട്ടി റോഡിലിരിക്കുന്ന കാഴ്ച കണ്ടത്. സമയം ഏതാണ്ട് 7 മണിയേ ആയിട്ടുള്ളൂ. അവിടെ കണ്ടതും അദ്ദേഹത്തിന് വല്ലാത്തൊരു വശപ്പശക്ക് തോന്നുകയാണ്. അങ്ങനെ വശപ്പശക്ക് തോന്നാൻ കാരണം എന്ന് പറയുന്നത് അവളുടെ വസ്ത്രങ്ങളും ഒപ്പം തന്നെ തലമുടിയും എല്ലാം ആകെ അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത്. വണ്ടി നിർത്തി അദ്ദേഹം അവളുടെ അടുത്ത് ചെന്നിട്ട് നീ ആരാണെന്ന് ചോദിച്ചു. അതിനുത്തരമായിട്ട് ആ പെൺകുട്ടി ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൾ എങ്ങനെ ഇരുന്നോ ആ രീതിക്ക് തന്നെയാണ് ഇരുന്നത്. നിന്റെ വീട് എവിടെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്ന് പല ചോദ്യങ്ങൾ ഈ ഓട്ടോ ഡ്രൈവർ ചോദിച്ചിട്ടും ആ പെൺകുട്ടിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഓട്ടോ ഡ്രൈവർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു, ആ പെൺകുട്ടി നന്നേ ക്ഷീണിതയാണ്. അതിനാൽ തന്നെ അദ്ദേഹം തൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. ഉടൻ തന്നെ അവളത് വാങ്ങി ആ കുപ്പിയിലെ ഭൂരിഭാഗം വെള്ളവും കുടിക്കുകയാണ്. ഈ പെൺകുട്ടി വെള്ളം കുടിക്കുന്നതിനിടയിൽ തന്നെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ഈ ഓട്ടോ ഡ്രൈവർ ചോദിച്ചെങ്കിലും വെള്ളം കുടിച്ച ശേഷം അതിനൊന്നും മറുപടി പറയാൻ അവൾ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, നീ വണ്ടിയിൽ കയറൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ആ പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം ആ വണ്ടിയിൽ കയറ്റി നേരെ പോയത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ഈ പെൺകുട്ടിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ശേഷം ഇവിടെയും വിളിച്ച് നേരെ അകത്തേക്ക് ചെന്ന് പോലീസുകാരോട് ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ലേഡീസ് പോലീസുകാരും മറ്റെല്ലാവരും വന്നിട്ട് ഈ പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും അതിനൊന്നും അവൾ മറുപടി പറഞ്ഞില്ല. ആ പോലീസുകാർക്കും ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രാവിലത്തെ പ്രഭാത ഭക്ഷണം എല്ലാം മേടിച്ച് അവൾക്ക് കൊടുക്കുകയാണ്. ആ ഭക്ഷണം ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ അവൾ കഴിച്ചു തീർത്തു. അതിനിടയിൽ തന്നെ അവിടുത്തെ പോലീസുകാർ ഈ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് സമീപ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം തന്നെ അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്തിട്ട് ഈ ദിവസങ്ങളിലെങ്ങാം ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള മിസ്സിംഗ് പരാതികളോ മറ്റെന്തെങ്കിലും നിങ്ങളുടെ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് 20 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന അത്തുക്കുരു എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഈ പെൺകുട്ടിയെക്കുറിച്ച് 4 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് മാർച്ച് 9-ാം തീയതി വൈകിട്ട് ഒരു 11 മണി 12 മണിയോട് കൂടിയിട്ട് അവളുടെ മാതാപിതാക്കൾ ഒരു മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഉടൻ തന്നെ ഈ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആ മാതാപിതാക്കളുടെ നമ്പർ മേടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് കഴിയും വേഗം വരാൻ പറയുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ഈ മാതാപിതാക്കൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് തൻ്റെ മകളെ അന്വേഷിച്ച് അവശതയായതിനാൽ തന്നെ ഇവിടെ കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. അവളെ കെട്ടിപ്പിടിച്ച് അവർ 3 പേരും കൂടി അവരെ ഇന്ന് കരയുകയാണ്. ആ പെൺകുട്ടിയാണ് ഇത്രയും നേരം അടക്കി വെച്ച തൻ്റെ മനോവിഷമങ്ങളെല്ലാം തന്നെ അമ്മയുടെ മാറിൽ അമർന്ന് പൊട്ടിക്കരഞ്ഞു തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഈ പെൺകുട്ടി? ഈ പെൺകുട്ടിക്ക് എന്താണ് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും കേട്ടിരിക്കണേ, കാരണം ആ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിലും നാളെ സംഭവിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒന്ന് തന്നെയാണ്. ക്രൈം ഡിറ്റക്റ്റീവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. പ്രിയപ്പെട്ടവർ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും ലൈക്കും കമൻറ്റും തരാനും ഒട്ടും മടി വിചാരിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഈ വിജയവാഡയിലെ തന്നെ കൃഷ്ണഭഗവതി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ പെൺകുട്ടി താമസിച്ചു വരുന്നത്. ഇവൾക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിനാൽ തന്നെ അവളെ യഥാർത്ഥമായിട്ടുള്ള പേര് പ്രൊനൗൺസ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. നമുക്ക് തൽക്കാലം അവളെ വിളിക്കാൻ എളുപ്പത്തിന് ഇന്ദു എന്ന് വിളിക്കാം. ഇന്ദുവിന് അച്ഛനും അമ്മയും കൂടാതെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്, കൂടാതെ ഒരു സഹോദരനുമുണ്ട്. ഇന്ദുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ വാശിക്കാരിയാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തന്നെ നല്ല രീതിക്ക് മുതിർന്നവരുമായിട്ട് വഴക്കുണ്ടാക്കും. അവളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അത് നടത്തി കിട്ടുന്നവരെ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയും വീട്ടിൽ നിന്ന് പരുവപ്പെട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിരിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. അന്നേ ദിവസം, അതായത് മാർച്ച് 9-ാം തീയതി തൻ്റെ മുത്തശ്ശനുമായിട്ട് ഒരു വഴക്കുണ്ടാക്കിയ ശേഷം അവരോടെല്ലാം തന്നെ പിണങ്ങിയിട്ട് കോസർപ്പള്ളി എന്ന് പറയുന്ന ഇവളുടെ ഗ്രാമത്തിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് ഇന്ദു ആ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോലെ പതിവുള്ളതാണ്. അങ്ങനെ അവളുടെ വീട്ടിൽ ചെന്ന് സമയം വൈകിട്ട് ഏതാണ്ട് 7 മണി ആയതോടുകൂടി ഇവൾക്ക് തൻ്റെ വീട്ടിൽ തിരിച്ചെത്താത്തതിൽ വലിയ സങ്കടം തോന്നുകയാണ്. ഒട്ടും വൈകാതെ തന്നെ കൂട്ടുകാരിയോട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ്
അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഇറങ്ങി നടക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ വിജനമായിട്ടൊരു സ്ഥലമാണ്. അവൾ കടന്നു പോകുന്ന സമയം 3 ചെറുപ്പക്കാർ അവിടെ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. 2 വണ്ടികളിലായിട്ട് 3 ചെറുപ്പക്കാരിരുന്ന് മദ്യപിക്കുന്നുണ്ട്. ഈ 14 വയസ്സുകാരി ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ തെറ്റായിട്ടുള്ള ഒരു വിചാരം വരികയാണ്. അവരുടെ മനസ്സിൽ ആ പെൺകുട്ടിയോട് ഒരു കാമാസക്തി തോന്നുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി ഈ 2 ബൈക്കിലും കയറിയിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുകയാണ്. പെൺകുട്ടിയുടെ അടുത്ത് വണ്ടി നിർത്തി അവർ വളരെ മാന്യമായിട്ട് എങ്ങോട്ടാണ് ഈ സമയത്ത് ഒറ്റയ്ക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ദുവിന് ഈ 3 ചെറുപ്പക്കാരെയും കണ്ട് പരിചയമുണ്ട്. കാരണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇടയ്ക്കൊക്കെ ഇന്ദു ഈ കൂട്ടുകാരിയുടെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ പരിചയമുള്ളതിനാൽ തന്നെ ഇന്ദു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, അല്പം സമയം വൈകി എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കൊണ്ടുവിടണോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, കൊണ്ടുവിട്ടാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറയുകയാണ്. വൈദ്യം കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ അവസ്ഥയിൽ അവരുടെ 3 പേരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടരുകയാണ്. ശേഷം ഒരാൾ മാത്രം ഉണ്ടായിരുന്ന ആ ബൈക്കിന്റെ പുറകിൽ ആ പെൺകുട്ടിയെ കയറ്റിയ ശേഷം അവർ യാത്ര തുടരുകയാണ്. സാധാരണ രീതിയിൽ ഇന്ദുവിന്റെ വീട്ടിലേക്ക് പോകേണ്ട വഴി ഇന്ദുവിന് കറക്റ്റായിട്ട് അറിയാം. എന്നാൽ ഈ വാഹനം കുറച്ച് സഞ്ചരിച്ച ശേഷം മറ്റൊരു ഇടവഴിയിലേക്ക് നീങ്ങിയ സമയം ഇന്ദു ചോദിച്ചു, എന്തിനാണ് ഈ വഴി പോകുന്നത്, ഈ വഴി അല്ലല്ലോ പോകേണ്ടതെന്ന്. അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത്, ഈ വഴി വളരെ എളുപ്പമുള്ള വഴിയാണ്, ഇതിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് തൻ്റെ ഗ്രാമത്തിലേക്ക് എത്താമെന്ന് പറയുകയാണ്. ഈ വഴികളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഇന്ദു ഇവർ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഈ വാഹനം ഓടിച്ചെന്ന് നിന്നത് വളരെ വിജനമായിട്ടുള്ള ഒരു പ്രദേശത്തായിരുന്നു. ആ പ്രദേശത്ത് ഒരു വീടുമുണ്ട്. അവിടെ വണ്ടി നിർത്തിയതും ഇന്ദുവിന് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. ഇന്ദു ഇവരോട് ചോദിച്ചു, എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയെന്ന്. അപ്പോൾ ആ 3 പേരും ചേർന്ന് അവൾ ആ ചോദ്യത്തിന് ഉത്തരവൊന്നും കൊടുക്കാമെന്നില്ല, പകരം അവളെ എടുത്തുകൊണ്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ആ 3 പേരും ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് നല്ല രീതിയിൽ തന്നെ ഉപദ്രവിക്കുകയാണ്. അവളെ നിർബന്ധിത ശാരീരിക വേഴ്ചയിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ 3 പേരുടെ ഊഴം കഴിഞ്ഞെങ്കിലും അവരുടെ ആസക്തി ഒട്ടും തന്നെ അവസാനിച്ചിരുന്നില്ല. ആ 3 പേരും പല ആ പെൺകുട്ടിയെ ഇതേ കാര്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ പെൺകുട്ടി ഇവരുടെ ഈ ആക്രമണം സഹിക്കാൻ വയ്യാതെ ബോധരഹിതയാവുകയാണ്. ഇന്ദു ബോധരഹിതയായപ്പോഴെങ്കിലും ഈ 3 പേരും അവളെ ആ തരത്തിലുള്ള ഉപയോഗത്തിൽ നിന്നും മുക്തയാക്കി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റ്. അവർ 3 പേരും എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു ബൈക്കിൽ 2 ആൺകുട്ടികൾ ഇരുന്ന ശേഷം അതിൻ്റെ നടുക്ക് ഇന്ദുവിനെ ഇരുത്തിക്കൊണ്ട് അവർ ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ വാഹനം ഓടിച്ചു പോവുകയാണ്. വീണ്ടും ആ വാഹനം ചെന്ന് നിന്നത് ഒരു വിജനമായ സ്ഥലത്തായിരുന്നു. അവിടെയും ഒരു വീടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർ ഫോൺ എടുത്തിട്ട് ആ ഗ്രാമത്തിലെ തങ്ങളുടെ 4 സുഹൃത്തുക്കളെ കൂടി വിളിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് വേഗം ഈ സ്ഥലത്തേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ ആ 4 പേരും കൂടി അങ്ങോട്ട് വരികയാണ്. ആ വന്ന 4 ചെറുപ്പക്കാരും നല്ല രീതിക്ക് തന്നെ മദ്യപിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കണ്ടതും അവരുടെ മനസ്സിലും ഈ 3 പേർക്കുണ്ടായ അതേ കാര്യം തന്നെയാണ് തോന്നിയത്. ആ വിജനമായ പ്രദേശത്തെ ആളനക്കമില്ലാത്ത വീട്ടിൽ ആ പെൺകുട്ടിയെ അവർ കെട്ടിയിട്ട ശേഷം വായിൽ തുണിയെല്ലാം തിരുകി ഈ 4 പേർ കൂടെ ഇവളെ ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ പിറ്റേ ദിവസമാവുകയാണ്. പിറ്റേ ദിവസമായപ്പോഴും ഇവരുടെ ഈ ആസക്തി ഒന്നും കുറഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടിക്ക് ചെറിയ ഊർജ്ജക്കുറവ് ഇവർക്ക് തോന്നിയതിനാൽ തന്നെ ഇവളുടെ വായിൽ നിന്ന് തുണിയെല്ലാം എടുത്ത് ഇവൾക്ക് ഭക്ഷണവും അവളുടെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം തന്നെ ഇവരുടെ മേൽനോട്ടത്തിൽ നടത്തി വീണ്ടും അവളെ കൊണ്ട് ബന്ധിക്കുകയാണ്. അങ്ങനെ അവർ ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ 7 പേരും ഉപയോഗിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ 1 അല്ല 2 അല്ല 3 അല്ല 4-ാമത്തെ ദിവസത്തിലേക്ക് എടുക്കുകയാണ്. ഈ പറഞ്ഞ 4 ദിവസങ്ങളിലും ഇവൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ആഹാരം കൊടുക്കും. കാരണം അവൾക്കൊരു ഊർജ്ജം ഉണ്ടാവാൻ, അവളുടെ ശരീരത്തിൽ നിന്ന് എണീറ്റ് നിൽക്കാനുള്ള പാങ്ങുണ്ടാവാൻ, ഇവൾക്ക് അല്പമൊക്കെ ഒരു ഊർജ്ജമായി എന്ന് തോന്നുമ്പോൾ ഇവർ വീണ്ടും മദ്യപിച്ച് വന്ന ശേഷം ഈ പെൺകുട്ടി ഇതേ കാര്യത്തിന് തന്നെ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ 7 പേർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇനിയും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചാൽ അവൾ മരിച്ചു പോകുമെന്ന്. ഈ പെൺകുട്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളാവുമെന്ന് മനസ്സിലാക്കിയ അവന്മാർ അവളെ വിട്ടയക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 13-ാം തീയതി വെളുപ്പിനോട് കൂടിയിട്ട് ഇന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന രീതിയിൽ തന്നെ 2 ചെറുപ്പക്കാർക്ക് ഇടയിൽ ഇന്ദുവിനെ ഇരുത്തി നമ്മൾ ആദ്യം പറഞ്ഞ മാടവരം എന്ന ആ വിജനമായ പ്രദേശത്ത് ആ ഓട്ടോ ഡ്രൈവർ അവളെ കണ്ടെത്തിയ പ്രദേശത്ത് അവളെ കൊണ്ട് നിർത്തുകയാണ്. അതിനുശേഷം അവളോട് പറയുകയാണ്, ഞങ്ങൾ ഈ 4 ദിവസം നിന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. നീ ഇത് വീട്ടിൽ ചെന്ന് അച്ഛനോടോ അമ്മയോടോ കൂട്ടുകാരികളോടോ മറ്റാരോടെങ്കിലുമായി ഷെയർ ചെയ്താൽ ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. നിനക്കും നിന്റെ കുടുംബത്തിനും തീർത്താൽ തീരാത്ത അപമാനമാവുമെന്നും ഇവളെ ഭീഷണിപ്പെടുത്തുകയാണ്. 4 ദിവസങ്ങൾ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനിരയായിട്ടുള്ള ഈ പെൺകുട്ടി അപ്പോഴേക്കും ഒരു ഭ്രാന്തിൻ്റെ വക്കിലെത്തിയിരുന്നു.
അവളെ അങ്ങനെ അവിടെ കൊണ്ടാക്കി തിരിച്ചു പോകാൻ നേരത്ത് ആ രണ്ടുപേരും വീണ്ടും അവളെ ഒന്ന് അടിമുടി നോക്കി. താങ്കൾ ഇത്രയും ദിവസം ആസ്വദിച്ചതാണല്ലോ എന്ന ഒരു അഹങ്കാര ഭാവത്തിൽ, ഒരു അഹന്ത ഭാവത്തിൽ ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെ നിർത്തിയോ അവിടെ അവൾ ഇരുന്നു. ആ കാഴ്ചയാണ് പിന്നീട് അതിരാവിലെ 7 മണിക്ക് ആ ഓട്ടോ ഡ്രൈവർ കണ്ടതും പിന്നീട് ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും ഈ പെൺകുട്ടി കഥ പറയുന്നതുമെല്ലാം. ഉടൻ തന്നെ പോലീസുകാർ ഇവൾ പറഞ്ഞ പ്രദേശത്ത് ചെന്ന് അന്വേഷിക്കുകയും ഈ പറഞ്ഞ 7 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അകത്ത് ഒരാൾ മൈനറായിരുന്നു, അതായത് 18 വയസ്സിൽ താഴെ മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം 18, 19, 20, 21 വയസ്സിൽ താഴെയായിരുന്നു എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടായിരുന്നത്. മദ്യത്തിന് അടിമപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന, നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മുടെ സമൂഹം ഇന്ന് മറന്നു പോയിരിക്കുന്നു. ഈ കേസ് ഉടൻ തന്നെ പോലീസ് കോടതിയിലേക്കെല്ലാം വിട്ട് ആ പ്രതികൾ ഇപ്പോഴും ജയിലിലാണ്. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് തന്നെ ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ പെൺകുട്ടി തീർച്ചയായിട്ടും ഈ വലിയൊരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ എന്ന്, ഈ ലോകം ഇനി മുതൽ അവളുടേത് കൂടി ആവട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം തന്നെ അവളോട് ഈ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത എല്ലാവരും, ആ 7 പേർക്കും സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിലുള്ള ശിക്ഷ തന്നെ കോടതിയിൽ നിന്ന് ലഭിക്കട്ടെ എന്നും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഈ പുതിയ സമൂഹം അച്ഛനോടോ അമ്മയോടോ മറ്റാരോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനെയും അമ്മേനെയൊക്കെ അടിച്ചു കൊന്ന പലരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. വഴിവെക്കിൽ കാണുന്നവരോട് പെട്ടെന്നുണ്ടാവുന്ന പ്രക്ഷോഭത്തിൽ കൊച്ചു ചെറുക്കന്മാരാണല്ലോ എന്നും കരുതി കോർക്കാൻ പോകരുത്, പണി കിട്ടും. അതേ രീതിക്ക് തന്നെ പെൺകുട്ടികളും അവരവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ബായ്. കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറന്നു പോകല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും ലൈക്കും കമൻറ്റും തരാനും നിങ്ങൾ മറക്കരുത്.